എല്ലാവർക്കും ശരത് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 5G കാലഘട്ടത്തിലേക്ക് ചുവടുവെക്കാനായിട്ട് ഏറ്റവും ആദ്യം നമ്മൾക്ക് വേണ്ടത് ഒരു 5G ഡിവൈസ് ആണ്. അതുകൊണ്ട് തന്നെ 5G നെറ്റ്വർക്ക് റിലീസായ പല കൺട്രീസ്, ഇപ്പോൾ UK ആയിക്കോട്ടെ, നമ്മുടെ യൂറോപ്പ് ആയിക്കോട്ടെ, USA ആയിക്കോട്ടെ, ഇവിടെയെല്ലാം വളരെയധികം 5G ഡിവൈസുകൾ ഓരോ ദിവസവും ലോഞ്ച് ആവുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടെ കാര്യത്തിൽ മാത്രം 5G ഡിവൈസുകൾ വളരെ സ്ലോ ആയിട്ടാണ് ഇന്ത്യയിൽ ലോഞ്ചായി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ ഇതുവരെ എപ്പോഴാണ് പ്രോപ്പറായിട്ട് 5G റോൾ ഔട്ട് ആവാൻ പോകുന്നത് എന്നുള്ള കാര്യം കൃത്യമായി അറിയിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇനി ഇന്ത്യ ഒരു ബഡ്ജറ്റ് മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒരു 5G ഡിവൈസ് ലോഞ്ച് ആവുന്ന സമയത്ത് അതിന്റെ പ്രൈസിംഗ് വളരെ അഗ്രസീവ് ആയിരുന്നാൽ മാത്രമേ വളരെയധികം ആൾക്കാർ അത് കൺസിഡർ എങ്കിലും ചെയ്യുള്ളൂ. അപ്പോൾ ഇന്ത്യയുടെ ബഡ്ജറ്റ് 5G മാർക്കറ്റിലേക്ക് ഇതാ മോട്ടോറോള ചുവട് വയ്ക്കുകയാണ്. അപ്പോൾ മോട്ടോറോളയുടെ ഏറ്റവും ആദ്യത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള 5G ഫോൺ നമ്മുടെ മോട്ടോ G5G ഇന്ത്യയിൽ ലോഞ്ച് ആവാൻ പോകുകയാണ്. സോ മോട്ടോ 5Gയിൽ വന്നിരിക്കുന്ന പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് അതിലുള്ള ചിപ്സെറ്റ് തന്നെയാണ്. അപ്പോൾ മോട്ടോ 5Gയിൽ നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗണിന്റെ ഏറ്റവും പുതിയ 750G എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് കിട്ടുന്നത്. സോ 750G എന്ന് പറയുന്നത് 5G മോഡമുള്ള ഒരു 5G എനേബിൾഡ് ആയിട്ടുള്ള ഒരു SoC ആണ്. ഇനി ഡിവൈസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഡിവൈസിൽ നിങ്ങൾക്ക് 6.67 ഇഞ്ചിന്റെ ഒരു ഫുൾ HD പ്ലസ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഈ ഡിസ്പ്ലേ ഒരു LTPS ഡിസ്പ്ലേ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ LTPS എന്ന് പറഞ്ഞാൽ ലോ ടെമ്പറേച്ചർ പോളി ക്രിസ്റ്റലൈൻ സിലിക്കൺ ആണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പഴയ സാധാരണ LCD IPS ഡിസ്പ്ലേ, അതായത് ഇൻ പ്ലെയിൻ സ്വിച്ചിങ് ഡിസ്പ്ലേകൾ പോലെ തന്നെയുള്ള ഒരു LCD ഡിസ്പ്ലേ തന്നെയാണ് ഈ ഡിവൈസിലും വരുന്നത്. ഹൈ റിഫ്രഷ് റേറ്റിന്റെ കാര്യമൊന്നും അവർ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും ഇതിൽ HDR10ന്റെ സപ്പോർട്ട് കിട്ടുന്നതാണ്. ഇനി ഡിവൈസ് രണ്ട് വേരിയൻസിലാണ് വരുന്നത്. ഒരു 4GB 64GB വേരിയന്റിലും അതേപോലെ തന്നെ ഒരു 6GB 120GB വേരിയന്റിലുമാണ് വരുന്നത്. എന്നാൽ സ്റ്റോറേജ് നമ്മൾക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ മൈക്രോ SD സ്ലോട്ട് ഉണ്ട്, അതും 1TB വരെ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. സോ ക്യാമറയുടെ കാര്യത്തിൽ ഈ ഡിവൈസിൽ നിങ്ങൾക്ക് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. സോ ഇതിൽ പ്രൈമറി ക്യാമറ ഒരു 48 മെഗാപിക്സലിന്റെ പ്രൈമറി ക്യാമറയും അതോടൊപ്പം ഒരു 8 മെഗാപിക്സലിന്റെ 119 ഡിഗ്രിയുടെ ഒരു അൾട്രാ വൈഡ് ക്യാമറയും അതിനോടൊപ്പം ഒരു 2 മെഗാപിക്സലിന്റെ മാക്രോ ക്യാമറയുമാണ് ഈ ഫോണിൽ കിട്ടുന്നത്. ഇനി ഫ്രണ്ട് ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു പഞ്ച് ഹോൾ ആണ് ഈ ഡിവൈസിൽ വരുന്നത്. അത് ഒരു 16 മെഗാപിക്സലിന്റെ ഒരു ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയാണ്. ഇനി ബാറ്ററി കപ്പാസിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വരുന്ന ഏകദേശം എല്ലാ ഫോണുകളിലും വരുന്നത് പോലെ തന്നെ ഒരു 5000 mAh ബാറ്ററിയാണ്. എന്നാൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിങ്ങിന്റെ സപ്പോർട്ട് കിട്ടുന്നതാണ്. സോ 20 വാട്ടിന്റെ ടർബോ പവർ ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഈ ഡിവൈസിന്റെ കൂടെ ഉള്ളത്. അതുമാത്രമല്ല ഈ ഡിവൈസിൽ നിങ്ങൾക്ക് NFC-യുടെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് 5.1ന്റെ സപ്പോർട്ട് ഉണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വൈഫൈയും ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനാണ് കിട്ടുന്നത്. ഇനി പോർട്ടുകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇതിൽ USB-C പോർട്ട് കിട്ടുന്നുണ്ട്, അതേപോലെ 3.5mm ജാക്കും കിട്ടുന്നുണ്ട്. ഇനി ഈ ഡിവൈസ് അത്യാവശ്യം ഒരു ബൾക്കി ആയിട്ടുള്ള ഡിവൈസ് ആണ്. ഏകദേശം 212 ഗ്രാമോളമാണ് ഈ ഡിവൈസിന്റെ വെയിറ്റ് വരുന്നത്. ഇനി പ്രൈസിങ്ങിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഫോൺ ആക്ച്വലി യൂറോപ്പിൽ ലോഞ്ച് ആയത് ഏകദേശം 26,000 റുപ്പീസ് ആണ് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്നത്. പക്ഷേ യൂഷ്വലി യൂറോപ്യൻ മാർക്കറ്റ്സിൽ കുറച്ച് ഹയർ പ്രൈസ് പോയിന്റിലാണ് റിലീസ് ചെയ്യുന്നത്, ഇന്ത്യയിൽ റിലീസ് ചെയ്യുന്ന സെയിം ഡിവൈസസ് തന്നെ. അതുകൊണ്ട് നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പ്രൈസ് പോയിന്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 20,000-ന്റെയും 25,000-ന്റെയും ഇടയ്ക്കായിരിക്കും. ഇനി ഈ ഫോൺ എന്നാണ് ലോഞ്ച് ആവുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ട്വീറ്റ് വെച്ച് ഈ വർഷം അവസാനത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഈ മാസം അവസാനത്തിൻ്റെ ഉള്ളിൽ തന്നെ ലോഞ്ച് ആവും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ വർഷം അവസാനം അല്ലെങ്കിൽ ജാനുവരി 2021 ഈ ഫോൺ ഉറപ്പായിട്ടും ഇന്ത്യയിൽ ലോഞ്ച് ആവുന്നതാണ്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ മോട്ടോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള G+ എന്ന് പറഞ്ഞ ഫോണും ലോഞ്ച് ആവുന്നുണ്ട് എന്നും കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ രണ്ട് ഡിവൈസിനും വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.